ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദൻ, ഭാഗം 2042. ഇന്ന് ഓഗസ്റ്റ് മാസം 3-ാം തീയതി, 215-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. 14-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് പറയുന്നവനെ ദൈവം വിളിക്കുന്ന പേരാണ് ഭോഷൻ. സുവിശേഷത്തിലും ഒരു ഭോഷനെ നമുക്ക് കണ്ടെത്താം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഒരാളെ വിളിക്കുകയാണ് ദൈവം ഭോഷ. വല്ലാത്തൊരു വിളിയായി. അതൊരു ധനികനായ മനുഷ്യനെയായിരുന്നു. ഈ രാത്രി തീരും മുമ്പ് ഞാൻ നിന്റെ ആത്മാവിനെ മടക്കി വിളിച്ചാൽ നീ കരുതിയ, സൂക്ഷിച്ച, നേടിയ വിഭവങ്ങളൊക്കെ ആർക്കാർക്കാം. സുവിശേഷത്തിലെ ധനികനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ്. കുമിഞ്ഞുകൂടിയ സ്വത്തിന്റെ മുമ്പിൽ നിസ്സഹായനും അശരണനുമായി അയാൾ വിലപിക്കുകയാണ്, ഞാനിനി എന്ത് ചെയ്യും? അളവും ശേഷിയും കുറവായ സംഭരണികളെ കുറിച്ചാണ് അയാൾ വിലപിക്കുന്നത്. അളവറ്റ ധാന്യം ശേഖരിപ്പാൻ അയാൾ അത് വിപുലമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തായാലും അനേക കാലത്തിനു വേണ്ട വിഭവങ്ങൾ പത്തായത്തിൽ സംഭരിക്കാനായിട്ട് അയാളും അയാളെപ്പോലെ നമ്മളും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ദൈവം നമ്മളെയും അഭിസംബോധന ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഭോഷായ ഈ ധനികൻ അങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞതായിട്ടൊന്നും വിചാരിച്ചതായിട്ടൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. എന്നാലും മനുഷ്യരാരുമില്ല എന്ന് അയാൾ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ അധികം കിട്ടിയ സമൃദ്ധിയുടെ വിഭവങ്ങളിൽ നിന്ന് അയാൾ പരിസരത്തുള്ള സഹജീവികൾക്കായിട്ടൊന്നും മാറ്റിവെക്കാനില്ല. മാത്രമല്ല, ഈ സമൃദ്ധി ഉണ്ടായത് ദൈവത്തിന്റെ കരുണയിൽ നിന്നും കനിവിൽ നിന്നുമാണെന്നും അറിയാതെയും ഓർക്കാതെയും പോകുന്നു. ജീവിതത്തില് തീരെ നന്ദിയില്ലാത്ത മനുഷ്യരായി നമ്മൾ എങ്ങനെയൊക്കെയോ മാറിപ്പോയി. കുറെ കൂടി കൃതജ്ഞതയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറണ്ടേ? ദൈവമുണ്ട് എന്ന് നമ്മൾ നമ്മളുടെ ജീവിതം കൊണ്ട്, നമ്മളുടെ ജീവിതത്തിലെ വിശ്വാസം കൊണ്ട് ഉറപ്പിക്കണ്ടേ? ആ ദൈവ അവബോധം ഉള്ളിലുള്ള ഏതൊരാൾക്കും ഒപ്പമുള്ള മനുഷ്യരെ കുറെ കൂടി കരുണയോടും അനുഭാവത്തോടും പരിഗണിച്ചേ മതിയാവും. എല്ലാ വിഭവങ്ങളും എല്ലാവർക്കുമായി വീതിക്കണമെന്നൊന്നുമല്ല. ഒപ്പം മനുഷ്യരുണ്ടെന്നുള്ള ഒരു അവബോധത്തിലേക്ക് എത്തിയാൽ തന്നെ എത്രയോ കുലീനമാവുന്നു, എത്രയോ ഹൃദ്യമാവുന്നു ഓരോരുത്തരുടെയും ജീവിതവും ഇടപെടലുകളും നിലപാടുകളും ഒക്കെ. അങ്ങനെ ദൈവം ആരെയും ഇനി ഭോഷ എന്ന് വിളിക്കാനായിട്ട് ഇടയാകാത്ത വിധത്തിൽ ഓരോരുത്തർക്കും അവനവന്റെ കുഞ്ഞു ജീവിതത്തിന്റെ ബാക്കി കാലത്ത് കുറെ കൂടി ഭംഗിയാക്കാം. ആമേൻ.